ഒരുമയുടെ സന്ദേശവുമായി കോതമംഗലത്ത് പൊളി ഓണം തുടങ്ങി. ഫിഷറീസ് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് വി.ഇ. അബ്ദുൽ ഗഫൂർ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഉദ്ഘാടന ചടങ്ങിലും സാംസ്കാരിക ഘോഷയാത്രയിലും നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. ഒരുമയുടെ സന്ദേശവും ആഘോഷങ്ങളുടെ വർണ്ണപ്പൊലിമയും ഒത്തിണക്കി കോതമംഗലത്ത് പൊളി ഓണം 2026 തുടക്കമായി. MLA ഷിബു തെക്കുംപുറത്തിന്റെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും വിവിധ സംഘടനകളുടെയും സഹകരണത്തോടെയാണ് ഇക്കുറി ഓണാഘോഷം. ഇന്ന് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് നമ്മളൊരു സാംസ്കാരിക ഘോഷയാത്ര സംഘടിപ്പിച്ചു. പക്ഷെ നമുക്കറിയാം, ഇന്ന് കാലാവസ്ഥ വളരെ പ്രതികൂലമായി മാറി. രാവിലെ മുതൽ മഴയുടെ വലിയ സാന്നിധ്യം നമ്മുടെ നിയോജകമണ്ഡലത്തിലും കോതമംഗലം ടൗണിലും ഉണ്ടായി. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ ഘോഷയാത്രയിലും നമ്മുടെ സമ്മേളനത്തിലും പങ്കെടുക്കാൻ കഴിയാതെ പോയി. എങ്കിലും മഴയെയും അതോടൊപ്പം തന്നെ മറ്റ് വെല്ലുവിളികളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് ഈ സാംസ്കാരിക ഘോഷയാത്ര വിജയിപ്പിച്ച പ്രിയപ്പെട്ട എല്ലാവരെയും MLA എന്ന നിലയ്ക്ക് പ്രത്യേകമായി അഭിനന്ദിക്കുകയും. ഫിഷറീസ് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് വി.ഇ. അബ്ദുൽ ഗഫൂർ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ലോകം മുഴുവൻ, കേരളം എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ ഓണത്തിൻ്റെ ഒരാഘോഷ ദിവസങ്ങളിലാണുള്ളത്. ഓണത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഏതെങ്കിലും ഒരു ജാതിയോ മതമോ അല്ലെങ്കിൽ വർഗമോ അല്ലെങ്കിൽ കൂട്ടമോ ഒന്നുമല്ല, എല്ലാവരും കേരളത്തിൽ മലയാളികളായിട്ടുള്ള എല്ലാവരും ഒന്നിച്ച് പങ്കെടുക്കുന്ന ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഓണം എന്ന് പറയുന്നത്. ഈ ഓണത്തിൻ്റെ ഒരു പ്രത്യേകത, ചിങ്ങം 1 പിറന്നാൽ അന്ന് മുതൽ ഓണാഘോഷം തുടങ്ങിയത്. പിന്നെ ഈ ഓണാഘോഷം അവസാനിക്കുന്നത് മിക്കവാറും നവംബറിൽ അല്ലെങ്കിൽ ഡിസംബറിൽ ക്രിസ്മസ് എത്തുമ്പോഴേ അവസാനിക്കാറുള്ളൂ. കാരണം നമ്മളിവിടെ ഒരു മാസം 1.5 മാസം കൊണ്ടൊക്കെ ഓണാഘോഷം തീരുമെങ്കിൽ അത് വിദേശത്തൊക്കെ ഇങ്ങനെ നീണ്ട് ഓണാഘോഷം നവംബർ അവസാനം വരെ ഓണാഘോഷം ഉണ്ടാകും. ഞാൻ പലപ്പോഴും ഒക്ടോബറിലൊക്കെ ഓണാഘോഷത്തിൽ വിദേശത്തൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. മലയാളികൾ എവിടെയുണ്ടോ അവർക്ക് സൗകര്യം കിട്ടുമ്പോൾ ആ ഓണത്തിൻ്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുള്ള ആഘോഷം ഏത് രാജ്യത്താണെങ്കിലും സംഘടിപ്പിക്കും. അത് 5 or 6 മലയാളികൾ ഉള്ളവരിലും അവരെ ഒത്തൊരുമിച്ച് ചേർന്നുകൊണ്ട് ആ ഓണത്തിൻ്റെ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേകം നമ്മുടെ ചെറുപ്പത്തിലെ പഠിപ്പിച്ചുള്ള ദേശീയോത്സവമാണ് ഓണം എന്ന് പറയുന്നത്. ഡീൻ കുര്യാക്കോസ് MP, സിനിമാ താരം മിയ ജോർജ് എന്നിവർ മുഖ്യാതിഥികളായി. തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഓരോ തലത്തിൽ അല്ലെങ്കിൽ അത് വിവിധങ്ങളായ മേഖലകളിലാണ്, വികസനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് ജനകീയ ഇടപെടലുകളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ തന്നെ ഒരു വ്യത്യസ്തത നമുക്ക് കാണാൻ കഴിയും. ഒത്തിരി സന്തോഷമുണ്ട് കോതമംഗലത്ത് വന്ന് ഈ ഒരു ഓണാഘോഷത്തിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ വന്ന് പങ്കെടുക്കാൻ കഴിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ മുൻപും നിങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് ഷിബു സാറിൻ്റെ നടത്തിലുള്ള എൻ്റെ നാടിൻ്റെ പരിപാടിക്ക് ഞാൻ മുമ്പ് വന്ന് പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാം കോതമംഗലത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അതിലൊക്കെ സർവേ നേതൃത്വം കൊടുക്കുന്നുണ്ട്. അങ്ങനെ എനിക്ക് ഞാൻ തന്നെ വന്ന് പങ്കെടുത്ത് പരിപാടി ആയതുകൊണ്ട് മാത്രമല്ല, അല്ലാതെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. വിവിധ UDF നേതാക്കളായ KP ബാബു, ഷമീർ പനക്കൽ, ബാബു ഏരിയാസ്, MS എൽദോസ്, ഇബ്രാഹിം കവല, PK മൊയ്തു, മുഹമ്മദ് ഇക്ബാൽ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു, കുട്ടമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി കുര്യാക്കോസ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ജോമി തെക്കേക്കര, PAM ബഷീർ, KI ജേക്കബ്, NC ചെറിയാൻ, ബാബു പോൾ തുടങ്ങി നിരവധി പ്രവർത്തകരും നാട്ടുകാരും പങ്കെടുത്തു. രാവിലെ കോതമംഗലം KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഒരുക്കിയ മെഗാപൂക്കളം കാണേണ്ട കാഴ്ചയായി. KSRTC ജീവനക്കാർ, ശോഭന ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ, അങ്കണവാടി അധ്യാപകർ, ദയ ബഡ്സ് സ്കൂൾ, നെല്ലിക്കുഴി ധർമ്മഗിരി സ്കൂൾ എന്നിവരുടെ സഹകരണത്തോടെയാണ് മെഗാപൂക്കളം ഒരുക്കിയത്. വിവിധ മേഖലകളിൽ നിന്നുള്ളവരുടെ പങ്കാളിത്തവും പൂക്കളത്തിന്റെ പ്രത്യേകതയായി. ഉച്ചയ്ക്ക് 2 കോതമംഗലം നഗരസഭ പരിസരത്ത് നിന്നും ആരംഭിച്ച സാംസ്കാരിക ഘോഷയാത്രയിലും വൻ ജനപങ്കാളിത്തം
പങ്കാളിത്തം ഉണ്ടായി. മുത്തുകുടകളുടെയും വിവിധ കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ നടന്ന ഘോഷയാത്ര നഗരവീഥികളെ ആവേശത്തിലാഴ്ത്തി. പഞ്ചവാദ്യം, കാവടി, ശിങ്കാരിമേളം, ബാൻഡ് സെറ്റ്, കൈകൊട്ടിക്കളി തുടങ്ങിയ കലാരൂപങ്ങൾ ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടി. KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഘോഷയാത്ര സമാപിച്ചു. നിയോജക മണ്ഡലത്തിലെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും സംഘടനകളെയും ജനങ്ങളെയും ഒരുമിപ്പിച്ച് ഐക്യവും സൗഹൃദവും ആഘോഷമാക്കുകയാണ് പൊളി ഓണം. ന്യൂസ് ഡെസ്ക് മീഡിയ 60 ന്യൂസ്, കോതമംഗലം.